ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയെല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓതൻറ്റിക് ലെബനീസ് ഷിഷ് തവൂക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റൈസിൻ്റെ കൂടെയും സാലഡ്സിൻ്റെ കൂടെയും സാൻഡ്വിച്ചായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. ഇതിന് ബോൺലെസ് ചിക്കനാണ് ആവശ്യമുള്ളത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ ചിക്കൻ ഞാനൊരു 2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബാർബിക്യൂ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. ഇൻഡോർ ഐറ്റം ഔട്ട്ഡോർ ഐറ്റം ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഞാൻ ആ പാർട്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഞാൻ റെസിപ്പി മാത്രമേ കാണിക്കണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് പാപ്രിക്ക പൗഡറാണ്. അപ്പോൾ ഈ ചിക്കൻ്റെ ക്യൂബിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതില്ലാത്തവർ സാധാ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താലും മതി. അടുത്തത് വേണ്ടത് ലെമൺ ജ്യൂസാണ്. ഞാനൊരു ലെമണിൻ്റെ ജ്യൂസാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അടുത്തത് വേണ്ടത് യോഗട്ടാണ്. ഞാൻ 1 കപ്പിൻ്റെ അടുത്ത് യോഗട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ്. ഞാനൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പൗഡറാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ പേസ്റ്റാണ് ആഡ് ചെയ്യണത്. ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാൻ ക്യൂമിൻ പൗഡർ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും 1 ടീസ്പൂണിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേഗം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 4 to 6 ഹവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞാൻ ക്യാപ്സിക്കും സവാളയും ഒന്ന് സ്ക്വയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ബാംബൂ സ്ക്യൂമ ഇതുപോലെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കണത്. അപ്പോൾ ഇതൊരു ഗ്രിൽ പാനിലോ തവയിലോ ഒക്കെ വെച്ച് ചെയ്തെടുക്കാം. ഇത് കൂടുതൽ ടൈമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ കുക്കായിട്ടുണ്ടെങ്കിൽ ഇത് ഹാർഡായി പോകും. ഇതൊരു ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ടിരിക്കേണ്ടതാണ്. ഏത് ഡിപ്പും ഇതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഗാർലിക് സോസാണ് ചെയ്യണത്. ഇടയ്ക്ക് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനും മറക്കരുത്.
അപ്പോൾ നമ്മുടെ ഷിഷ് തവൂക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളെന്തായാലും കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.